അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇൻഷാ അല്ലാ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭക്ഷണം രുചി കൂട്ടാനുള്ള ഒരു ട്രിക്കാണ് കേട്ടോ. നമുക്കറിയാം നമ്മളിടയിൽ ഏറ്റവും കൂടുതൽ ഭക്ഷണം പാകം ചെയ്യുന്നത് കുക്ക് ചെയ്യുന്നത് സ്ത്രീകളാണല്ലേ. അടുക്കളയിൽ ജോലി ചെയ്തത് അധികവും ഭൂരിഭാഗവും സ്ത്രീകൾ തന്നെയാണ്. അപൂർവങ്ങളിൽ അപൂർവമായിട്ടേ പുരുഷന്മാർ കുക്ക് ചെയ്യാറുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ നമ്മുടെ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് സമർപ്പിക്കുന്നു. നമ്മുടെ വീട്ടിലുള്ള ഉമ്മമാരെ, ഇനി അതല്ലാന്നുണ്ടെങ്കിൽ സഹോദരിമാരായിക്കോട്ടെ, ആരായാലും ഭക്ഷണം പാകം ചെയ്യുന്ന സമയത്ത് അവർക്കൊരാശങ്കയായിരിക്കും. അതിനിപ്പോൾ എത്ര എക്സ്പീരിയൻസ് ഉള്ള ആളായാലും പഠിച്ചവനെ ഇത് ശരിയായാൽ മതിയായിരുന്നു, അതുപോലെ തന്നെ ഉപ്പ് പാകമായാൽ മതിയായിരുന്നു, എരി ഏറാതിരുന്നാൽ മതിയായിരുന്നു, അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഒരുപാട് ആശങ്കകളായിരിക്കും അല്ലേ. പക്ഷെ പ്രത്യേകിച്ച് നോമ്പ് സമയത്തൊക്കെ, കാരണം നോമ്പ് സമയത്തൊക്കെ നമുക്കത് രുചിച്ച് നോക്കാൻ കഴിയില്ല. ഉപ്പ് പാകമാണോ നോക്കാൻ കഴിയൂല, എരിവ് കൂടുതലാണോ നോക്കാൻ കഴിയൂല. അതുകൊണ്ട് തന്നെ നമുക്കതിലേറെ ആശങ്കയായിരിക്കും. എല്ലാവരും നോമ്പൊക്കെ നോറ്റ് നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരിക്കും. നോമ്പ് തുറക്കുമ്പോൾ എങ്ങാനും ഭക്ഷണം രസമില്ലെങ്കിൽ എന്താ ഞാൻ ചെയ്യുക വിചാരിച്ചിട്ടുള്ള ആശങ്കയായിരിക്കും. പക്ഷേ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്നറിയില്ല, നമ്മൾ നോമ്പിന് ഉണ്ടാക്കുന്ന ഭക്ഷണത്തിനൊക്കെ പ്രത്യേകമായിട്ടുള്ള രുചിയായിരിക്കും. നമ്മളെന്നും ഉണ്ടാക്കുന്ന പോലെ ഒന്നും ആയിരിക്കില്ല. അതിൽ ഒരുപാട് കാരണങ്ങളുണ്ട്. ഒന്നാമത്തെ കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ അത്രയും നേരം വിശന്നിരുന്നിട്ട് കഴിക്കുക. പിന്നെ അതുപോലെ തന്നെ അള്ളാഹു താല നമ്മൾ നോമ്പ് നോറ്റ് ഉണ്ടാക്കുന്ന ഭക്ഷണമില്ലേ, നമുക്ക് നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന ഭക്ഷണമില്ലേ, അപ്പോൾ അള്ളാഹു താല അതിൽ രുചിയാക്കും, അത് രുചിയുള്ളതാക്കും. എത്രയായാലും നമുക്കത് രുചി തോന്നിപ്പിക്കും. ഇതൊക്കെയാണ് അതിൻ്റെ കാരണങ്ങൾ. അപ്പോൾ എന്തായാലും എങ്ങനെയാണ് രുചി, നമ്മൾ ഭക്ഷണം ഉണ്ടാക്കുന്ന ഭക്ഷണത്തിൽ രുചി നോക്കുക. എത്ര കൈപ്പുണ്യമില്ലാത്ത ആളായിക്കോട്ടെ, കൈപ്പുണ്യം എന്നൊക്കെ പറഞ്ഞാൽ ശരിക്കും വെറുതെ പറയാണ്. അങ്ങനെ ചില ആളുകൾക്ക് മാത്രം കൈപ്പുണ്യം ഒന്നുമില്ല. നമ്മൾ പ്രാർത്ഥിച്ചുണ്ടാക്കി കഴിഞ്ഞാൽ എല്ലാവരുടെ ഭക്ഷണത്തിലും കൈപ്പുണ്യമായിരിക്കും. എല്ലാവരുടെ ഭക്ഷണത്തിലും കൈപ്പുണ്യമായിരിക്കും എന്ന് കരുതി ഭക്ഷണം ഉണ്ടാക്കാൻ അറിയാതെ അതും ഇതും വാരി വലിച്ചിട്ടിട്ട് കാര്യമില്ല കേട്ടോ. നമ്മൾ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിൽ സ്വാദ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, രുചി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, നമുക്കത് നമുക്ക് ഒന്ന് ഒഴിവാക്കേണ്ട അവസ്ഥ വരാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ ചെയ്യേണ്ട ഒരു അത്ഭുതകരമായിട്ടുള്ളൊരു അമലാണ്. അപ്പോൾ എല്ലാവരും ഇത് പതിവാക്കണം. അപ്പോൾ ഇനി നമുക്ക് ഏതാണ് ആ ഒരു അമൽ, എന്താണ് ഇപ്പോൾ നമ്മൾ രുചി കൂട്ടാൻ വേണ്ടി ചെയ്യാൻ വേണ്ടി പറഞ്ഞ ആ ഒരു കാര്യം നമുക്ക് നോക്കാം. നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു ആയത്തുകളാണ് ആയത്തുൽ കുർസി എന്ന് പറയുന്നത്. ആയത്തുൽ കുർസി നമുക്ക് എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ളതാണ് അല്ലേ. ആയത്തുൽ കുർസി നമ്മൾ ഒരുപാട് കാര്യങ്ങൾക്ക് ഉപയോഗിക്കാറുണ്ട്. ഒരുപാട് ആവശ്യങ്ങൾക്ക്, നമ്മുടെ എല്ലാ ആവശ്യങ്ങൾക്കും ഉപയോഗിക്കുന്ന ഒരിതാണ് ആയത്തുൽ കുർസി. ആയത്തുൽ കുർസി നമ്മൾ ഓതിക്കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ ഉദ്ദേശങ്ങളൊക്കെ സഫലാകും കേട്ടോ. അപ്പോൾ നമ്മൾ ഭക്ഷണം ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ എന്തൊരു ഭക്ഷണം ഉണ്ടാക്കുമ്പോഴും നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള പച്ചക്കറി അരിയും അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ നമ്മൾ ചെയ്യല്ലോ. ആ സമയത്തൊക്കെ നമ്മൾ ആയത്തുൽ കുർസി 1-2 തവണ ഓതുക. ഇനിയിപ്പോൾ ഒരു തവണ നിങ്ങൾക്ക് സമയമൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു തവണയെങ്കിലും ഓതുക. അങ്ങനെ ഓതിയതിന് ശേഷം നമ്മൾ ഉണ്ടാക്കുന്ന ഏതൊരു ഭക്ഷണമായിക്കോട്ടെ, അൽഹംദുലില്ലാഹ് അതിനെല്ലാ ഭക്ഷണത്തിനും നല്ല രുചി അല്ലാഹു തആല തരും. അത് നമ്മുടെ വീട്ടിൽ ബാക്കിയാക്കാനുള്ള ഒരവസ്ഥ ഉണ്ടാവില്ല, ഒരു പ്രവണത ഉണ്ടാവില്ല. അതുപോലെ തന്നെ ആർക്കും ഇഷ്ടപ്പെടാതിരിക്കില്ല. കുട്ടികളൊക്കെ നല്ല രീതിയിൽ ഭക്ഷണം കഴിക്കും. അതുപോലെ തന്നെ ഭക്ഷണം തികയാതെ ചില ആളുകൾ മാത്രം ഭക്ഷണം കഴിക്കാതിരിക്കുക, അങ്ങനത്തെ അവസ്ഥയൊന്നും ഉണ്ടാവില്ല. എല്ലാം അല്ലാഹു തആല ക്ലിയർ ആക്കി തരും. നമുക്ക് പിന്നെ ഒന്നും ആലോചിക്കേണ്ടി വരില്ല. ഈ ഒരു ആയത്തുൽ കുർസി ഈ ഭക്ഷണത്തിൻ്റെ കാര്യത്തിന് മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ ഒരു ആയത്തുൽ കുർസി നമ്മൾ ചൊല്ലിയിട്ട് എന്ത് കാര്യം ചെയ്ത് കഴിഞ്ഞാലും അതൊക്കെ ശുഭമായിട്ട് തന്നെ നടത്തിത്തരും. ഞാനിപ്പോൾ എനിക്ക് എന്തെങ്കിലും ഒരു ഇതുണ്ടാക്കുന്ന സമയത്തൊക്കെ ഞാൻ ആയത്തുൽ കുർസിയാണ് ഓതാറ്. എക്സാംസ് ആയാലും എന്തുണ്ടാക്കുമ്പോഴും ഞാൻ ആയത്തുൽ കുർസി ധാരാളമായിട്ട് ഓതും. അതിപ്പോൾ ആയത്തുൽ കുർസി ഓതാനായിട്ടൊരു സമയം കണ്ടെത്തൂല. ഞാനിപ്പോൾ പോകുന്ന വഴിയും വരുന്ന വഴിയും അതുപോലെ തന്നെ വേറെ എന്തെങ്കിലും കാര്യം ചെയ്യുന്ന ആ ഒരു സമയത്തൊക്കെ ഞാൻ എൻ്റെ വായിൽ ആയത്തുൽ കുർസി ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കും. ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ, നമ്മൾ ആയത്തുൽ കുർസി ചൊല്ലിയിട്ട് എന്തൊരു കാര്യം ചെയ്താലും അത് ശുഭമായി തരും. ഭയങ്കര മഹത്വമായിട്ടുള്ള ഒരു ഇതാണ് ആയത്തുൽ കുർസി എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും അതിൻ്റെ മഹത്വം അറിയണം. അതുപോലെ തന്നെ എല്ലാവരും അതിൻ്റെ മഹത്വം അറിയണം, അത് ചെയ്തിട്ട് നമ്മുടെ എല്ലാ കാര്യങ്ങളും ശുഭമാക്കി തീർക്കണം ഇൻഷാ അല്ലാഹ്. ഇനി മുതൽ എന്തൊരു നല്ല കാര്യം ചെയ്യാൻ തുടങ്ങുമ്പോഴും നിങ്ങൾ ആയത്തുൽ കുർസി ഓതിയിട്ട് തുടങ്ങുക. അപ്പോൾ എല്ലാം ക്ലിയർ ആകും. ഇപ്പോൾ ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇപ്പോൾ കള്ളന്മാരൊക്കെ ഉണ്ടാകുന്ന സമയത്ത്, അതായത് ചില സീസണിൽ കള്ളന്മാരുണ്ടാകുമല്ലോ, ഈ കള്ളന്മാരൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ആയത്തുൽ കുർസി ഓതിയിട്ടായിരുന്നു വാതിലൊക്കെ എല്ലാവരും അടക്കുക. കാരണം കള്ളന്മാരുണ്ടാകുമ്പോൾ മാത്രമല്ല കേട്ടോ, നമ്മുടെ വീടിൻ്റെ വാതിൽ രാത്രി നമുക്ക് ഉപദ്രവകാരികളായിട്ട് ആരും വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വാതിലടച്ച് കുറ്റിയിടുന്ന സമയത്ത് നമ്മൾ ഒരു ആയത്തുൽ കുർസി ഓതാൻ അതിൻ്റെ ഇപ്പോൾ വാതിൽ അടക്കുന്ന സമയം കൊണ്ട് നമുക്ക് ഒരു ആയത്തുൽ കുർസി ഓതി തീർക്കാം. ഒരു ആയത്തുൽ കുർസി ഓതുന്ന സമയത്ത് നമുക്കത് കുറ്റിയിടാം. അങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ അതൊക്കെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ശുഭമാക്കി തീർക്കുന്ന കാര്യങ്ങളാണ് ഇൻഷാ അല്ലാഹ്. അപ്പോൾ എന്തായാലും ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഈ ഒരു വീഡിയോ നിങ്ങൾ മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവരും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് എല്ലാ കാര്യങ്ങളും ശുഭമാക്കി തീർക്കട്ടെ. എന്തായാലും നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരുന്നത് വരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.